ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുവാണോ? ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുക എന്നല്ല ഞാൻ പറയുന്നത്, ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളെല്ലാവരും കൂടി ഒരു ചെറിയൊരു സംരംഭം തുടങ്ങിയായിരുന്നു. ആ സംരംഭത്തിന് വേണ്ടിയിട്ട് വെച്ചിരുന്ന കോണ്ടാക്ട് നമ്പറാണ്. എന്നെ ആ സംരംഭത്തിന് വേണ്ടിയിട്ട് ആരും വിളിക്കുന്നില്ല. കാരണം നിങ്ങൾക്കെല്ലാവർക്കും എന്നെ കിട്ടണം, എന്നോട് സംസാരിക്കണം, നിങ്ങളുടേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് എന്നോട് പറയണം. ഞാൻ ഇതിൻ്റെ അകത്ത് എൻ്റെ അമ്മച്ചി സ്പെഷ്യൽ കാച്ചെണ്ണ, അതുപോലെ കുഞ്ഞുങ്ങൾക്കുള്ള ബേബി ഹെയർ ഓയില്, അതുപോലെ തന്നെ ബേബി ഓയില്, പിന്നെ നമ്മുടെ ഇടുക്കിയുടെ സ്പെഷ്യൽ തനതായ രുചിയിലുണ്ടാക്കിയ ഇടിയിറച്ചി, ബീഫ് അച്ചാറ്, മീനച്ചാറ്, അച്ചാർ ഐറ്റംസ് എല്ലാം, സ്പെഷ്യൽ ചമ്മന്തിപ്പൊടി, നിങ്ങൾ പിന്നെ എന്താവശ്യപ്പെടുന്നോ അത്. അതുപോലെ തന്നെ ഒരു 3 മാസം വരെയും കേടാകാതിരിക്കുന്ന ബീഫ് ഒലത്തിയത്, എല്ലാ ഐറ്റംസും നിങ്ങൾ എന്ത് വേണമെങ്കിലും ഞാൻ തരാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന കോണ്ടാക്ട് നമ്പറാണ്. എൻ്റെ ദൈവമേ, ഇനി ഞാൻ അതിന് വേണ്ടിയിട്ട് വേറെ നമ്പർ വയ്ക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കെല്ലാവർക്കും എന്നെ കിട്ടണം, എന്നോട് സംസാരിക്കണം. സത്യമായിട്ടും പറയുക, ഈ രാത്രിയിൽ ഈ ഫോണെങ്ങാനും യാദൃശ്യമായിട്ട് എൻ്റെ മുറിയിലായിരിക്കുന്നെങ്കിൽ 1 മണിയായാൽ പോലും ആൾക്കാർ ക്യൂവിൽ നിന്നാണ് ഈ വിളിക്കുന്നത്. അതുപോലെ നേരം വെളുത്തൊരു 3:30 തൊട്ട് വിളി തുടങ്ങും. എത്ര കോളാ വരുന്നതെന്ന് എൻ്റെ സർവേശ്വരാ എനിക്കറിയത്തില്ല. ഫോണാണെങ്കിൽ ചൂട് പിടിച്ചിട്ട് പഴുത്തിട്ട് നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റത്തില്ല. അതുപോലെ ഒന്ന് ചാർജ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. ഇതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൂ. ഞാനൊരു പരാതി പറയുന്നതല്ല കേട്ടോ, നിങ്ങൾ എന്നെ വിളിക്കുന്നതിനും എടുക്കുന്നതിനും. കാരണം ഇതുപോലെ കോള് വരുമ്പം നമുക്കൊന്ന് എടുക്കാനോ അറ്റൻഡ് ചെയ്യാനോ എല്ലാവരോടും സംസാരിച്ചൊന്നും വരത്തില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഞാൻ ഒരുപാട് കോളുകൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഒരു മന്ത്രിക്ക് ചെല്ലുന്ന ഫോൺ കോളിനെ കഴിഞ്ഞും കൂടുതലായി എനിക്ക് വരുന്ന ഈ കോള്. എൻ്റെ ഈശ്വര ദൈവമേ, എല്ലാവർക്കും എന്തുമാത്രം പ്രശ്നങ്ങളാണ് പോകുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത്, എനിക്കറിയാവുന്ന എൻ്റെ കുറേ വേണ്ടപ്പെട്ടവർക്കൊന്നും ആണ് പ്രശ്നങ്ങളില്ലാത്തത്. ഈ വിളിക്കുന്നത് മുഴുവൻ പ്രശ്നങ്ങൾ. വീട് പണി നടക്കുന്നില്ല, മക്കളുടെ കല്യാണം നടക്കുന്നില്ല, മകൻ്റെ കല്യാണം നടക്കുന്നില്ല, അതുപോലെ തന്നെ നമ്മൾ പറമ്പും സ്ഥലവും വിൽക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല, ശത്രുദോഷം, കുഞ്ഞുങ്ങൾ ജോലിക്ക് പോകുന്നില്ല, പിന്നെ ഭർത്താവ് പണിയാൻ പോയിട്ടുണ്ടെങ്കിൽ കാശ് വീട്ടിൽ കൊണ്ടുവരുന്നില്ല, എന്നെ വേണ്ട അടുത്തയാളെ മതി, പ്രശ്നങ്ങൾ. അപ്പം ഇത് പരിഹാരവും ഞാൻ നിങ്ങളോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഇതിനുള്ള പരിഹാരവും ഉണ്ടെന്ന്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കേട്ടെങ്കിൽ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. ഇത് മനസ്സിലാകത്തുമില്ല എന്ന് വെച്ചിട്ട് എന്നോട്, ചേച്ചി അതെന്താ ചേച്ചി ചെയ്യേണ്ടത്, ചേച്ചി ഇനി ഒരു വീഡിയോ ചെയ്യാമോ ചേച്ചി എന്ന് ചോദിക്കും. ഇന്നലെ അതുപോലൊരു പുള്ളിക്കാരി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി കണ്ണീറിന് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു, അല്ലെ നാവുദോഷത്തിന്. ഞാൻ പറഞ്ഞു, എത്രയോ വീഡിയോകൾ, ലോങ് വീഡിയോ ആയിട്ടും ഷോർട്ട് വീഡിയോ ആയിട്ടും നിങ്ങൾ ഇതുപോലെ ആവശ്യപ്പെട്ടിട്ടും ആവശ്യപ്പെടാതെയും ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടും പോരാ, ഇതിപ്പം ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഒരെണ്ണം ചെയ്യുന്നത്, ഇന്നലെ എനിക്ക് ഒരുപാട് മനസ്സൊരു പ്രയാസവും ടെൻഷനും ഒക്കെ ഉണ്ടായ ഒരു വീട്. അന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഉന്നതി നിൽക്കുന്ന ഒരു കുടുംബക്കാർ, അത്യാവശ്യം സർവീസിലൊക്കെ ഇരുന്ന്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഗവൺമെൻറ് സർവീസിലൊക്കെ ജോലിയുള്ളവർ, പിന്നെ ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയവർ, ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാ. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും സാമ്പത്തികം ഉണ്ടേലും ഇല്ലേലും അല്ല, ഇവർക്കൊക്കെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യമില്ല. ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നമ്മൾ താമസിക്കുന്ന ഒരു വീട് ഒരു കുഞ്ഞു കൂട്ടിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഒടിച്ചു കുത്തി ഷീറ്റ് മേഞ്ഞൊരു വീടായിക്കോട്ടെ, എവിടെയെന്ന് പറഞ്ഞാലും അവിടെ നമ്മൾ വൃത്തിയും മെനയും വെടുപ്പുമായിട്ടിടണം. നമ്മൾ കളയേണ്ട സാധനങ്ങൾ കളയണം, ഒഴിവാക്കേണ്ട സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കി കളയണം. അവിടെ അല്ലെങ്കിൽ നമ്മളൊരു പഴഞ്ചൊല്ല് പറയും, താനിരിക്കേണ്ടടുത്ത് താനിരിക്കുന്നില്ലെങ്കിൽ മറ്റൊരുത്തൻ കയറിയിരിക്കുമെന്ന് എന്ന് പറഞ്ഞൊരവസ്ഥയാണ് നമ്മൾ അവിടെ ചെന്നപ്പം. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു വക പോസിറ്റീവ് എനർജി ഇല്ല, നെഗറ്റീവ് എനർജിയാണ് കയറി ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കാര്യങ്ങളും നടക്കാൻ പ്രയാസമാണ്. നമ്മളൊരു പഴന്തുണിയാണെങ്കിൽ കളയേണ്ടത് കളയണം, അതല്ല എങ്കിൽ നമ്മൾ കഴുകി പിറക്കി മടക്കി നല്ല ഭദ്രമായിട്ട് വൃത്തിക്കും മെനയ്ക്കും വെടുപ്പിനും വയ്ക്കണം. അതുപോലെ വേസ്റ്റ് സാധനങ്ങൾ കൂടിയാലും നമ്മൾ എടുത്ത് ദൂരെ കളയണം. അല്ലെങ്കിൽ ആക്രിക്കടക്കാർക്ക് കൊടുക്കാനുള്ളത് ആക്രിക്കടക്കാർക്ക്. ഇനിയിപ്പം പ്രായമായവരുള്ള വീടാണ്, ഇപ്പം എന്നും ഇപ്പം തുടച്ചെന്നോ കഴുകിയെന്നോ തൂത്തെന്നോ വരത്തില്ല.
എങ്കിലും ഞാൻ നിങ്ങളോട് പറയാണ്, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മസ്റ്റായിട്ടും വിളക്ക് തേക്കുകയും അല്ലാത്ത ദിവസങ്ങളിൽ തൂത്ത് തുടച്ചിട്ട് മുറിത്തിരി മാറ്റിയിട്ടും വേണം നമ്മൾ വിളക്ക് വെക്കാനായിട്ട്. അതുപോലെ തന്നെ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മുടെ വീടും പരിസരവും എല്ലാം നമ്മൾ വൃത്തിയാക്കി അടിച്ചു തളിച്ച് കുടയണം. എങ്കിലേ നമ്മുടെ കുടുംബത്ത് ഐശ്വര്യം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഈ നെഗറ്റീവ് എനർജി കയറി വീട് മുടിച്ചിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗമില്ലാത്ത ഷെഡോ മറ്റു കാര്യങ്ങളോ, പണ്ട് കാലത്ത് ഏതെങ്കിലും ഒരു പട്ടീനെ വളർത്തി ഒരു പട്ടിക്കൂട് ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ ആ പട്ടി ആ കൂട്ടിക്കിടന്ന് മരിച്ചു, എല്ലാം ജീവനല്ല ഓരോ വിലയാണ്. മനുഷ്യൻ്റെ മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം മറ്റൊരു ശക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒഴിവാക്കി അല്ലെങ്കിൽ ഈ ഒരു പട്ടിക്കൂട് അല്ല കന്നുകാലി തൊഴുത്ത്, ആ കന്നുകാലി അല്ല പട്ടിയോ ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞിട്ട് നമ്മളത് എന്തെങ്കിലും ഒരു തേങ്ങ അല്ലെങ്കിൽ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് കൊണ്ടിട്ടു, അല്ലെ വിറക് ശേഖരിച്ചു, അല്ലെ നമ്മൾ ഗ്യാസ് കുറ്റി വെച്ചു, ഇങ്ങനെയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഉപയോഗശൂന്യമായിട്ട് ഇരുളടഞ്ഞ് കിടന്നിട്ടുണ്ടെങ്കിൽ അവിടെ കൊള്ളത്തില്ല. നിങ്ങൾ പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇന്ന് നിങ്ങൾ ഇതെന്നെ കേൾക്കുമ്പം തൊട്ട് ഞാൻ പറയാം, നിങ്ങൾ അടിച്ച് തീർന്ന കുറ്റിച്ചൂലുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് ഒഴിവാക്കി കളയണം, കത്തിച്ച് കളയുക. പഴനുണി എടുത്ത് കത്തിച്ച് കളയുക. അവിടെ ഇവിടെയും ചിന്നിച്ചെതറി വേസ്റ്റ് സാധനങ്ങളുണ്ടെങ്കിൽ ആക്രിക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന അത് ചെയ്ത് കൊടുക്കുക. അതുപോലെ വീടും വരെയും തുടയ്ക്കുക. അതുപോലെ വീടും പരിസരവും പനളയും പുല്ലും കയറി നാറാണക്കല്ല് പിടിച്ച് കിടക്കണം, അത് നമ്മളൊരാളെ നിർത്തി നമ്മൾ വൃത്തിയാക്കുക. നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്കറിയാൻ പറ്റുക വീടിന്. അതുപോലെ തന്നെ ആണിപ്പം ഞാൻ നിങ്ങളോട് പറയാം, ഒരു മരണം നടന്ന ഒരു വീടാണെങ്കിൽ ഉറപ്പായിട്ടും 16 രാത്രി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? പുണ്യാകം മേടിച്ചുകൊണ്ട് വന്ന് തളിക്കണം. ക്രിസ്ത്യൻസ് ആണെങ്കിൽ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്ന് വെഞ്ചരിക്കണം. മുസ്ലിംസ് ആണെങ്കിൽ അവരുടേതായ രീതി ചെയ്തോട്ടെ. ഇത് ഞാൻ പറയുന്നത് ഓരോ മതവിഭാഗക്കാർക്കും വേണ്ടിയിട്ടല്ല, മൊത്തത്തിലാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന ഒരദൃശ്യമായ ഒരനക്കം, ഒരദൃശ്യ ശക്തിയുടെ സാന്നിധ്യം നമുക്ക് എത്ര കൊണ്ടുവന്നാലും തികയുന്നില്ല, നമ്മളെ ആരും പിന്തുടരുന്നു, ഇങ്ങനെയുള്ള ഒരു തോന്നലൊക്കെ നമ്മുടെ കുടുംബത്തോടെ അങ്ങനെയുണ്ട്. എൻ്റെ അനുഭവത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് അടുത്ത ദിവസം ഒന്ന് പോയിട്ട് എന്നോട് ഒരു ദിവസമെങ്കിലും അവിടെ തങ്ങിക്കഴിയുമ്പം മനസ്സിലാക്കാമെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ദിവസമല്ല, എനിക്കിതൊരു അനുഭവം വരുന്നത്. അപ്പം നാളെ തിങ്കൾ, ഞാൻ നാളെ വൈകിട്ട് ചെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നാളെ വൈകിട്ട് പോകുന്നില്ല. ഇന്ന് തിങ്കളാണ്, നാളെ ചൊവ്വയാണെന്നാണ് ഓർത്തത്. അതുകൊണ്ട് നാളെ ഇല്ല, മറ്റന്നാൾ ഞാൻ അവിടെ ചെന്നിട്ട് ഒന്ന് തങ്ങിയിട്ട് ഞാൻ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കാര്യം പറഞ്ഞു. എങ്കിലും ഞാൻ ഇങ്ങനെയുള്ളൊരു അനുഭവമൊക്കെ ഉള്ളവർ ഒരുപാട് പൈസ കളയാതെയും ജ്യോത്സ്യന്മാരുടെ പുറകെ പോകാതെ ഈ ഒരു ചെറിയൊരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കിക്കോ. എൻ്റെ അപ്പൂറ്റിയച്ഛൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എൻ്റെ ചേട്ടായും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, ചെറിയ രീതിയിൽ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലത്തെ ഒരു ബോട്ടിലെടുക്കുക. ഇതുകൊണ്ടോ ചില്ല് ബോട്ടിലാണെങ്കിൽ ഏറ്റവും നല്ലത്. ചില്ലില്ലെങ്കിൽ ഇത് ഫ്ലൈവറിൻ്റെ ബോട്ടിലാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചാൽ ഈ വെള്ളത്തിനും ഈ ബോട്ടിലിനും ഒരേ കളറായിരിക്കണം. എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലൊരു പ്ലേറ്റ് എടുക്കുക. ഈ പ്ലേറ്റിൻ്റെ അകത്തോട്ട് ഈ പാത്രം വയ്ക്കുക. എന്നിട്ട് നമ്മൾ നിറച്ച് ഈ ബോട്ടിൽ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം എന്താ ആദ്യമേ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഇതിൻ്റെ അകത്തോട്ട് 3 പീസ് പച്ചക്കർപ്പൂരം ഇടുക. 3 പീസ് പച്ചക്കർപ്പൂരം. അതുപോലെ 3 ചുളുക്കലോ മറ്റ് കേടുപാടുകളോ ഒന്നുമില്ലാത്ത 3 ഇതൾ തുളസിയില ഇടുക. അതുപോലെ 1 രൂപ കോയിന് നിങ്ങൾ ഇടുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമാകുന്നുണ്ടോ? 1 രൂപയുടെ കോയിന് ഇടുക. ഈ 3 ഐറ്റംസ് ആദ്യമേ നിങ്ങൾ ഇടുക. ഇട്ടിത് റെഡിയാക്കി വെക്കുക. സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് നിങ്ങൾ ഇത് ചെയ്യണം. വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യരുത്, രാവിലെ അല്ല ചെയ്യേണ്ടത്, വൈകിട്ട് സന്ധ്യയ്ക്ക് തിരി കത്തിക്കുന്നവരോ അല്ലെങ്കിൽ നിലവിളക്ക് കത്തിക്കുന്ന നിങ്ങൾ എന്താണോ അങ്ങനെ ചെയ്യുന്നവർ സന്ധ്യ കഴിഞ്ഞ് നമ്മൾ വീടിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മെയിൻ ഭാഗം, അതായത് നമ്മൾ എവിടെയൊരു യാത്ര പോകുമ്പോൾ നമ്മൾ മെയിൻ ഡോർ അടച്ചിട്ടല്ലേ പോകുന്നത്, നേരെ ഫ്രണ്ട് വശത്ത് വേണം ഇത് വെക്കാൻ. ഹാളിലാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ല സിറ്റ് ഔട്ടിലാണ് നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ സിറ്റ് ഔട്ടിൽ വെക്കുക. മറ്റു പൂച്ചയോ എലിയോ പട്ടിയോ ഒന്നും തട്ടി മറിക്കാത്ത രീതിയിൽ ഒരിച്ചിരി ഇങ്ങനെ പൊക്കി ഈ പാത്രത്തിൽ വെക്കണമെന്ന് പറഞ്ഞത്. വെള്ളം നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പം നമ്മൾ ഓരോന്നും ഇടുമ്പം വെള്ളം തുളുമ്പി തറയിൽ പോകരുത് ഈ വെള്ളം. അതിനാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഈ പ്ലേറ്റിൽ വെക്കണം. അപ്പം നിങ്ങളിതെല്ലാം നിങ്ങൾ പ്രാർത്ഥനയോടെ വേണം ചെയ്യാൻ. നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം എന്തായാലും ആ കാര്യം മനസ്സിലോർത്ത് ഇതിങ്ങനെ വെള്ളം ഒഴിക്കുക. എന്ന് വെച്ചിട്ട് നിങ്ങൾ വൈകിട്ട്
ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് വന്ന് കയ്യും വായും മുഖവും ഒക്കെ നോയുമ്പോൾ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങളോട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുന്നു കേട്ടോ. നമ്മൾ എന്തൊരു കാര്യത്തിനും അതിൻ്റെതായ അടുക്കും ചിട്ടയോടും വീറും വൃത്തിയോടും നമ്മൾ ചെയ്താൽ അത്രയും നല്ല. ഇനി മീനൊക്കെ കൂട്ടിയിട്ട് ഓടി വന്നിട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത്. കൈയെല്ലാം നന്നായിട്ട് വൃത്തിയായി കഴുകി പിറക്കി ശുദ്ധമായിട്ട് ചെയ്യുക. അതല്ല എങ്കിൽ നിങ്ങൾ കൂട്ടാതെ ചെയ്താൽ അത്രയും നല്ലത്. അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ചേച്ചി തന്നെ ഇങ്ങനെ പറയുന്നതെന്ന് ഓർക്കും. ഇതിന് പ്രത്യേകിച്ച് നോയമ്പും കാര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം നിങ്ങൾ നേരത്തെ തന്നെ നാരങ്ങ മേടിച്ച് വെച്ചേക്കണം. അപ്പോൾ ഓരോ നാരങ്ങയും എടുക്കുമ്പം പച്ച നാരങ്ങ ആയിരിക്കരുത്, നല്ല മഞ്ഞ കളറുള്ള ചെറുനാരങ്ങ. അതിന് കേടുപാടുകളോ അഴുകോ ഒന്നും ചെയ്യാത്തായിരിക്കണം. അപ്പം നിങ്ങളുടെ എല്ലാ പണിയും കഴിഞ്ഞ് വൈകിട്ടത്തേത് എന്ത് ചെയ്യണം, നമ്മൾ ഈ നാരങ്ങ എടുത്തിട്ട് ഇങ്ങനെ, നാരങ്ങ ഇത് എൻ്റെ കയ്യിലുണ്ടെന്ന് കൂട്ടിയിട്ട് ഈ നാരങ്ങ എടുത്തിട്ട് ഇങ്ങനെ നെറ്റിയുടെ ഈ ഭാഗം ഇവിടെ നിന്ന് ഇങ്ങനെ വലത്തോട്ട് ഇങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ ഒഴിയുക. എന്നുവെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നാരങ്ങ ഇങ്ങനെ കൈ പിടിച്ച് നമ്മുടെ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഈ വെള്ളത്തിലോട്ട് ഇട്ടേക്കണം. അപ്പം ഈ പാത്രത്തിൽ നിന്ന് വെള്ളം തുളുമ്പി ഈ പാത്രത്തിലോട്ട് വീഴും. എന്നിട്ട് അത് അവിടെ ഇരുന്നോട്ടെ, രാത്രി മുഴുവനും ഇരുന്നോട്ടെ. നേരം വെളുത്ത് കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ആ 1 രൂപ കോയിൻ മാത്രം അവിടെ ഇട്ടോണ്ട് ബാക്കിത്തെ വരുന്ന നാരങ്ങ, തുളസിയില, കർപ്പൂരം, അലുത്തുപോകും. ഈ വെള്ളം സഹിതം എന്തുകൊണ്ട് ചെയ്യണം? ഒന്നെങ്കിൽ നിങ്ങൾ ആരും ചവിട്ടാത്ത സ്ഥലത്ത്, ഒന്നെങ്കിൽ തെങ്ങിൻ്റെ ഏറ്റവും ചുവട്ടിൽ, അതല്ല തുളസിത്തറയുണ്ട് തുളസിത്തറയിൽ ഒഴിക്കുക. ഇത് 2 വില്ലയിലും നിങ്ങൾ വിഷമിക്കേണ്ട. തൊട്ട് അടുത്ത ഒഴുക്കുള്ള വെള്ളം ഉണ്ടെങ്കിൽ ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കി കളയുക. ഇങ്ങനെ നിങ്ങൾ 21 ദിവസം നിങ്ങളുടെ വീട്ടിൽ ചെയ്യുക പ്രാർത്ഥനയോടെ. അതായത് വീടും പരിസരവും എല്ലാം ഞാൻ പറയുകയാണ്, വീണ്ടും വീണ്ടും നിങ്ങൾ വൃത്തിയാക്കുക. അലുകുലത്തായിട്ട് ഇടരുത്. നമുക്ക് കയറി ഒരു വ്യക്തി വരുമ്പോഴേ മനസ്സിന് മടുപ്പ് തോന്നിക്കും. ഒരു ഗ്ലാസ് വെള്ളം പോലും മേടിച്ച് നമുക്ക് തന്നാൽ കുടിക്കാനായിട്ട് നമുക്ക് മനസ്സ് തോന്നത്തില്ല. നിങ്ങൾ ഏറ്റവും ആദ്യമേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീടും നിങ്ങളുടെ പരിസരവും നിങ്ങളും വൃത്തിയാകുക, നിങ്ങൾ ശുദ്ധി ചെയ്യുക നിങ്ങൾ ആദ്യമേ. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് താനെ വന്നോളൂ. ഇങ്ങനെ 21 ദിവസം രാത്രി ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് 21 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് സമയവും നിങ്ങളുടെ സാഹചര്യവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി എല്ലാം ഇതോടുകൂടി മാറിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഐശ്വര്യം സമ്പൽ സമൃദ്ധിയും വരും. വെറുതെ ഇങ്ങനെ ഈ ബോട്ടിലിൻ്റെ അകത്ത് വെള്ളം വെച്ചിട്ട് രാവിലെ വെളുപ്പിനെ ഒരു നാരങ്ങ രാവിലെ ഇട്ട് പിറ്റേ ദിവസം രാവിലെ ആ വെള്ളവും മാറി നാരങ്ങയും കളഞ്ഞിട്ട് വേറെ നിങ്ങൾക്ക് വെക്കാം. ഇട്ട നാരങ്ങ ഇടരുത് കേട്ടോ. വീണ്ടും പറയണം ഓർക്കാൻ, നമ്മൾ ഉപയോഗിച്ച നാരങ്ങ വീണ്ടും കുഴപ്പമൊന്നുമില്ലെന്ന് ഓർത്തുകൊണ്ട് എടുത്ത് ഉപയോഗിക്കരുത്. ആ നാരങ്ങ പിഴിഞ്ഞ് വെള്ളം കുടിക്കാനും നിൽക്കരുത് കേട്ടോ. ഒരാവശ്യത്തിനും എടുക്കരുത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. വീണ്ടും പറയുക, ചേച്ചിക്ക് ഒരു സംരംഭം ഉണ്ടേ, അതിലോട്ട് നിങ്ങൾക്ക് വേണ്ടവർ ഈ കാണുന്ന കോണ്ടാക്ട് നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യാൻ മറക്കല്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ. ടാറ്റാ.